മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും നന്മ മാത്രം ചെയ്തിട്ടും ഒടുവിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുകയും വേദനിക്കേണ്ടി വരികയും ചെയ്യുന്നത് നിങ്ങൾക്ക് മാത്രമാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളും ആവശ്യങ്ങളും മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ ഓടിച്ചെല്ലുമ്പോൾ തിരിച്ച് നിങ്ങൾക്ക് ഒരു ആവശ്യം വരുന്ന സമയത്ത് കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന സത്യം നിങ്ങളെ എപ്പോഴെങ്കിലും കരയിപ്പിച്ചിട്ടുണ്ടോ? എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് നിങ്ങളെത്തന്നെ നഷ്ടപ്പെടുന്നതായി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലെവിടെയെങ്കിലും ഒരു വിങ്ങൽ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്കുകൾ നിങ്ങൾക്കുള്ളതാണ്. ചെറുപ്പകാലം മുതൽ നമ്മളെ എല്ലാവരെയും പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. എപ്പോഴും നല്ലവനായിരിക്കണം, എല്ലാവരെയും സഹായിക്കണം, ആരോടും ദേഷ്യപ്പെടരുത്, എപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്യണം. ഈ ഉപദേശങ്ങൾ കേട്ടാണ് നാം ഓരോരുത്തരും വളർന്നത്. എന്നാൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ ഉപദേശങ്ങൾ അപ്പാടെ അനുസരിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത്. സ്വന്തം വ്യക്തിത്വം ഇല്ലാതാക്കി മറ്റുള്ളവരുടെ പാവയായി മാറേണ്ടിവരുന്ന അവസ്ഥ. ഈ അവസ്ഥയിലൂടെ കടന്നുപോയവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കീ പറയുന്നത് കൃത്യമായി മനസ്സിലാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും മികച്ച തന്ത്രജ്ഞനും ചിന്തകനുമായ ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇതിനൊരു കൃത്യമായ ഉത്തരം നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: അമിതമായി നല്ലവനാകരുത്. കാട്ടിൽ പോയി നോക്കുക, നേരായ മരങ്ങളാണ് ആദ്യം വെട്ടിമാറ്റപ്പെടുന്നത്. വളഞ്ഞ മരങ്ങളെ ആരും വെട്ടാറില്ല. എത്ര ലളിതവും എന്നാൽ അർത്ഥവത്തുമായ വരികളാണിവ. ഒരു കാട്ടിലേക്ക് മരം വെട്ടാൻ പോകുന്ന ഒരാൾ ആദ്യം ഏത് മരമായിരിക്കും തിരഞ്ഞെടുക്കുക? യാതൊരു വളവുകളുമില്ലാതെ വളരെ എളുപ്പത്തിൽ വെട്ടിവീഴ്ത്താനും കൊണ്ടുപോകാനും കഴിയുന്ന നേരായ മരങ്ങളെയായിരിക്കും. വളഞ്ഞുപുളഞ്ഞു നിൽക്കുന്ന മരങ്ങളെ വെട്ടാൻ കൂടുതൽ സമയം വേണം, കൂടുതൽ അധ്വാനം വേണം. അതുകൊണ്ടുതന്നെ മരം വെട്ടുകാരൻ ആ മരങ്ങളെ ഒഴിവാക്കും. നമ്മുടെ മനുഷ്യരുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ആര് എന്തു ചോദിച്ചാലും ഇല്ല എന്ന് പറയാൻ കഴിയാത്ത, എന്തിനും ഏതിനും തലകുലുക്കുന്ന, സ്വന്തമായി യാതൊരുവിധ എതിർപ്പുകളും പ്രകടിപ്പിക്കാത്ത ആളുകളെയാണ് സമൂഹം എപ്പോഴും ചൂഷണം ചെയ്യാൻ തെരഞ്ഞെടുക്കുന്നത്. അവർക്ക് അത്തരം ആളുകളെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അമിതമായി നല്ലവരായി മാറുന്നത്? ഇതിനു പിന്നിൽ ഒരു മനഃശാസ്ത്രമുണ്ട്. മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണം എന്ന അമിതമായ ആഗ്രഹമാണ് പലപ്പോഴും ഇതിന് കാരണം. ഞാൻ അവരെ സഹായിച്ചില്ലെങ്കിൽ അവർ എന്നെക്കുറിച്ച് മോശമായി ചിന്തിക്കുമോ, എന്നെ ഒറ്റപ്പെടുത്തുമോ എന്നൊക്കെയുള്ള ഭയമാണ് പലരെയും എപ്പോഴും എല്ലാവർക്കും യെസ് പറയുന്നവരാക്കി മാറ്റുന്നത്. എന്നാൽ ഇതിന്റെ അനന്തരഫലം എന്താണെന്നറിയാമോ? മറ്റുള്ളവർക്ക് നിങ്ങളുടെ സമയത്തിനോ നിങ്ങളുടെ അധ്വാനത്തിനോ യാതൊരു വിലയും ഇല്ലാതാകും. നിങ്ങൾ എപ്പോഴും ലഭ്യമാണെന്നും നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാമെന്നും അവർ കരുതും. ഒരു ഓഫീസിലെ കാര്യം തന്നെ എടുക്കാം. തനിക്ക് ലഭിക്കുന്ന ജോലിക്കു പുറമെ മറ്റുള്ളവരുടെ ജോലികൾ കൂടി ഏറ്റെടുത്തു ചെയ്യുന്ന, ഒരിക്കൽ പോലും മേലധികാരിയോടോ സഹപ്രവർത്തകരോടോ നോ പറയാൻ കഴിയാത്ത ഒരു വ്യക്തിയെ സങ്കൽപ്പിക്കുക. എല്ലാവരും അയാളെ നല്ലവൻ എന്ന് വിളിക്കുമായിരിക്കും. എന്നാൽ ശമ്പളവർദ്ധനവിന്റെയോ പ്രമോഷന്റെയോ സമയം വരുമ്പോൾ ഈ വ്യക്തി പലപ്പോഴും തഴയപ്പെടും. കാരണം അയാൾക്ക് സ്വന്തമായി ഒരു വിലയുണ്ടെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. മറിച്ച് തന്റെ ജോലി കൃത്യമായി ചെയ്യുകയും അനാവശ്യമായ കാര്യങ്ങൾക്ക് കൃത്യമായി നോ പറയുകയും ചെയ്യുന്ന വ്യക്തിക്കായിരിക്കും അവിടെ കൂടുതൽ ബഹുമാനം ലഭിക്കുക. സൗഹൃദങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ. ഇപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്നവരോട് മറ്റുള്ളവർ വീണ്ടും വീണ്ടും വിട്ടുവീഴ്ചകൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായി ചില സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമുണ്ടാകും. എന്നാൽ അത് മാറ്റിവെച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കടുത്ത നിരാശയും ദേഷ്യവും രൂപപ്പെടും. നിങ്ങൾ ചെയ്ത നന്മകൾക്ക് പകരം ഒരു നന്ദി പോലും ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വേദന വളരെ വലുതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി നോ പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടിയ സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ആ അനുഭവം എന്തായിരുന്നുവെന്ന് കമന്റിലൂടെ പങ്കുവയ്ക്കുക. അപ്പോൾ ഇതിനർത്ഥം നാം നല്ലവരാകരുത് എന്നാണോ? എല്ലാവരോടും മോശമായി പെരുമാറണം എന്നാണോ? ഒരിക്കലുമല്ല. ചാണക്യൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു ദുഷ്ടനാകണം എന്നല്ല, മറിച്ച് നിങ്ങളൊരു വിഡ്ഢിയാകരുത് എന്നാണ്. നന്മ ചെയ്യുക എന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. എന്നാൽ നിങ്ങളുടെ നന്മ നിങ്ങളുടെ ദൗർബല്യമായി മാറാൻ ഒരിക്കലും അനുവദിക്കരുത്. നന്മയോടൊപ്പം തന്നെ ബുദ്ധിയും വിവേകവും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ നന്മ അർഹിക്കുന്നവർക്ക് മാത്രം അത് നൽകുക. നിങ്ങളെ ഉപയോഗിക്കുകയാണ് എന്ന് തോന്നുന്ന ഇടങ്ങളിൽ ശക്തമായി പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ഇതിനായി ആദ്യം ചെയ്യേണ്ടത് സ്വന്തമായി ചില അതിരുകൾ നിശ്ചയിക്കുക എന്നതാണ്. എന്ത് കാര്യങ്ങൾ നിങ്ങൾ സഹിക്കും, എന്ത് കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കണം. ആരെങ്കിലും നിങ്ങളുടെ ആ അതിരുകൾ ലംഘിക്കാൻ ശ്രമിച്ചാൽ അവിടെ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നോ എന്ന് പറയേണ്ട ഇടങ്ങളിൽ യാതൊരു കുറ്റബോധവുമില്ലാതെ നോ എന്ന് പറയാൻ ശീലിക്കുക. തുടക്കത്തിൽ ഇത് അല്പം ബുദ്ധിമുട്ടായി തോന്നാം. മറ്റുള്ളവർക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയേക്കാം. നിങ്ങളുടെ ചുറ്റും നിങ്ങളെ പ്രശംസിക്കാൻ നിന്നിരുന്ന പലരും കൊഴിഞ്ഞുപോയേക്കാം. എന്നാൽ അതിൽ വിഷമിക്കേണ്ടതില്ല. കാരണം നിങ്ങളുടെ നന്മയെ ചൂഷണം ചെയ്യാൻ വന്നവർ മാത്രമാണ് അങ്ങനെ കൊഴിഞ്ഞുപോകുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ തീരുമാനങ്ങളെയും നിങ്ങളുടെ വ്യക്തിത്വത്തെയും ബഹുമാനിക്കും. ഒരു പഴയ കഥ ഇവിടെ ഓർക്കുന്നത് നല്ലതാണ്. ഒരു ഗ്രാമത്തിൽ വളരെ അക്രമകാരിയായ ഒരു പാമ്പുണ്ടായിരുന്നു. എല്ലാവരെയും അത് കടിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു സന്യാസി ആ വഴി വരികയും
പാമ്പിനോട് ഉപദേശിക്കുകയും ചെയ്തു. നീ ഇങ്ങനെ എല്ലാവരെയും ഉപദ്രവിക്കാൻ പാടില്ല, അക്രമം ഉപേക്ഷിക്കണം. സന്യാസിയുടെ വാക്കുകൾ കേട്ട് പാമ്പ് ആരെയും കടിക്കാതെ നല്ലവനായി മാറി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പാമ്പ് കടിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഗ്രാമവാസികൾ അതിനെ കല്ലെറിയാനും ഉപദ്രവിക്കാനും തുടങ്ങി. പാമ്പ് ആകെ തളർന്ന് മൃതപ്രായനായി. തിരികെ വന്ന സന്യാസി പാമ്പിന്റെ ഈ അവസ്ഥ കണ്ടു ചോദിച്ചു, നിനക്കെന്തു പറ്റി? പാമ്പ് പറഞ്ഞു, അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞാൻ എല്ലാവരോടും നന്നായി പെരുമാറി, ആരെയും കടിക്കാൻ പോയില്ല. അപ്പോൾ അവരെന്നെ ഉപദ്രവിച്ചു. അപ്പോൾ സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നോട് വെറുതെ കടിക്കരുത് എന്ന് മാത്രമാണ് പറഞ്ഞത്. നിന്റെ സ്വയരക്ഷയ്ക്കായി ചീറ്റരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ പോകേണ്ടതില്ല. എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നവർക്കു മുന്നിൽ, നിങ്ങളെ ചൂഷണം ചെയ്യാൻ വരുന്നവർക്കു മുന്നിൽ പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ ദുർബലനല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അതിനായി ആവശ്യമുള്ളപ്പോൾ ശബ്ദമുയർത്താനും എതിർപ്പുകൾ പ്രകടിപ്പിക്കാനും മടികാണിക്കരുത്. നിങ്ങളുടെ സമയവും നിങ്ങളുടെ അധ്വാനവും വിലപ്പെട്ടതാണ്. അത് മറ്റുള്ളവർക്ക് മുന്നിൽ വെറുതെ വലിച്ചെറിയാനുള്ളതല്ല. നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ ബഹുമാനിക്കാനും ആദ്യം നിങ്ങൾ തന്നെ പഠിക്കണം. നിങ്ങൾ നിങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ലെങ്കിൽ ഈ ലോകം ഒരിക്കലും നിങ്ങൾക്ക് വില നൽകില്ല. അതുകൊണ്ട് അമിതമായ നന്മ എന്ന ഭാരം ഇറക്കിവയ്ക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾക്കും മുൻഗണന നൽകുക. ആവശ്യമുള്ളപ്പോൾ മാത്രം മറ്റുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ തലയിലേറ്റെടുക്കാതിരിക്കുക. നല്ലവനായിരിക്കുക എന്നത് ഒരു തെറ്റല്ല. എന്നാൽ അമിതമായി നല്ലവനായി മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം വ്യക്തിത്വം അടിയറവ് വെക്കുന്നത് ഒരു വലിയ തെറ്റാണ്. നിങ്ങളെ ചൂഷണം ചെയ്യാൻ ഇനി ആരെയും അനുവദിക്കാതിരിക്കുക. നേരായ മരങ്ങളായി സ്വയം വെട്ടിവീഴ്ത്തപ്പെടാൻ നിൽക്കാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വളയാനും പ്രതികരിക്കാനും പഠിക്കുക. നിങ്ങൾക്കുവേണ്ടി ജീവിച്ചു തുടങ്ങുക.